എതിർപ്പുകളൊക്കെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല, നമ്മളതിനൊന്നും ഇല്ലല്ലോ. പിന്നെ മുസ്ലിം ലീഗ് ഉണ്ടാക്കണേനും ഭൂമിന്റെ പ്രശ്നം, പക്ഷെ വേറെ വിഷയങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ പണി കഴിഞ്ഞു, അൽഹംദുലില്ലാ. അതാണ് ശ്രദ്ധിക്കുക. നമ്മളെ തണൽ കുവൈത്തിന്റെ വീടിന്റെ അവസ്ഥ എന്താ? തണൽ കുവൈത്തിന്റെ വീടിന്റെ വർക്ക് 100ക്ക് 100 ഫുൾ ഫിനിഷ് ചെയ്തിട്ടല്ലേ ഞാൻ ഇവിടെ നിന്നൊരു താക്കോൽ കൊടുക്കുന്നുണ്ട്. ഇന്നലെ നിങ്ങൾ വന്നെ താക്കോൽദാനം ചടങ്ങിന് വേണ്ടിട്ട് അല്ലേ? യെസ്, അതെ. കുവൈത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഇവരൊരു ആഗ്രഹം. ഇവർക്ക് എല്ലാവർക്കും ആണ്ട് വരാൻ പറ്റില്ല. അപ്പൊ അവിടുന്ന് നമ്മളോട് വന്ന് കണ്ട ആ താക്കോലിന് കാരണം വർക്ക് കഴിഞ്ഞിട്ടുള്ള ആ താക്കോലിന് ഫുൾ ക്യാഷ് കൊണ്ട് കൊടുക്കണം. എല്ലാം ഇടപാടും തീർന്നില്ല. അല്ല, ഇങ്ങനെ അജ്മൽക്ക് എന്തൊരു കാര്യത്തിന് മുന്നിക്ക് വന്നോ അത് പിന്നെ പിന്നോട്ടില്ല. 100% ഫോളോ ചെയ്യാണ്. പിന്നാലെ എന്തായാലും വാർപ്പോടെ എന്ത് വർക്ക് ചെയ്തു, ടൈൽസ് തീർച്ചയായിട്ടും അത് ഏറ്റെടുത്താൽ നമ്മളെ അത് ഒന്നിക്ക് ആരും മാറ്റില്ല. എല്ലാവരും അതേമാതിരി. നമ്മളെ മലപ്പുറത്ത് എന്തൊരു കാര്യങ്ങൾ പ്രത്യേകം പറയാം, നമ്മൾക്ക് ഒരു വലിയ വേദന. നമ്മളെ അനുഭവങ്ങളാണ് നമ്മളെ ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മളെ നാട്ടിലാണ് വിഷയം. നമ്മളെ കൂടപ്പറപ്പെടാന്നുള്ള നെയ്യത്തോടെയുള്ള പ്രത്യേകിച്ച് ഇവര് അജ്മൽക്ക് ടീമൊക്കെ വിളിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചിട്ട് ഒരു വീട് ഞങ്ങളെ കുവൈത്ത് തണൽ പ്രവാസി കൂട്ടായ്മ മോൻസേവെ നിങ്ങളതിനെ സ്ഥലസൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യം പോലെ വാക്ക് പാലിച്ചു. ഞാൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആ താക്കോൽ ഇവിടെ കുവൈത്തിൽ വന്ന് ഓലെ കയ്യിൽ ഏൽപ്പിച്ചു. അൽഹംദുലില്ലാ. അല്ലേ? റാഹത്തായ സംഭവം. ഒരുപാട് നല്ല മനുഷ്യര് അതിൽ സപ്പോർട്ട് ചെയ്തിട്ടാ. കുറച്ചും നല്ല ഇവരെ പോലുള്ള സംഘടനകളാണല്ലോ അതിനൊക്കെ വിജയം. വ്യക്തികളുണ്ട്. ആ കൊല്ലത്തുള്ള പിന്നെ എന്താണ് റഷീദിക്ക, വാഹിദിക്ക, അവരൊക്കെ സെപ്പറേറ്റ് ഓരോ വീടുകളാണ്. അങ്ങനെയുള്ള അതൊക്കെ നല്ല സമ്പാദ്യമുള്ള ആൾക്കാരാണ്. മനസ്സ് കാണിച്ച് ഇങ്ങനെയുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ ആ സ്പോട്ടിൽ ചെയ്യാൻ കഴിഞ്ഞ് ചെയ്യണം. മറ്റു താഴെ പോയി ഇങ്ങളെ ചില കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് നിങ്ങളെ പിന്നെ വീഡിയോ കാണുന്നത് അത് ഞങ്ങളെ ഫാമിലിയിലുള്ള ഞങ്ങളെ പാലിന്റെ ഒരു കഥയാണ്. നിങ്ങളെ പാലിന്റെ കഥ ഞാൻ എപ്പോഴും വരത്തുണ്ട്. ഞങ്ങള് നിങ്ങളെ പഴയ ഫസ്റ്റിലെ ഇതിന്റെ വീഡിയോ ഉണ്ടല്ലോ, അത് മുതല് ഓരോ ഞങ്ങളെപ്പയും ഞങ്ങളെ ഫാമിലിയും കഴിഞ്ഞ ഇന്നത്തെ ഞങ്ങളെ സ്റ്റേജ്, ആ 2 സ്റ്റേജും ഞങ്ങൾ മനസ്സിലാക്കി. നിങ്ങളെ ഓരോ പിന്നെ പ്രവർത്തനത്തിന്റെ അത് അബ്ദുറഹ്മാനെ എപ്പോഴും എന്നോട് പറയും ചെയ്യും. ഇപ്പോഴും ഞാൻ ആ കാര്യത്തിന് ഞാനിങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് നമ്മൾ മദ്രസ പോയിട്ട് നമ്മൾ മനസ്സിലാക്കാത്ത കുറെ മദ്രസിൽ നിന്ന് കിട്ടിയ മറ്റു അറിവുകൾ. അല്ലല്ല, സത്യം. നമുക്കൊരു കാലത്ത് അള്ള ഭയങ്കര കഷ്ടപ്പാട് കാണിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ രക്ഷപ്പെട്ടപ്പോ അതാണ് മറക്കാതെ നമ്മൾ അതായത് ഞങ്ങൾ ആ വീഡിയോകൾ പലതും കാണുമ്പോൾ ഞാൻ അതേപോലെ നമ്മളെ ഫാമിലിയോട് നമ്മൾ കുഞ്ഞോടൊക്കെ പറയാൻ കാര്യങ്ങൾ വലിയ എന്താ വെച്ചാല് അത് നമുക്ക് അത് ഹൈറല്ലാത്ത സംശയമില്ലേ. നിങ്ങളെപ്പാനോടും നിങ്ങളെപ്പയും ഏറ്റങ്ങളെല്ലാ ഓരോ വീഡിയോകളില് കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിണ്ടാക്കി. നമ്മൾ ജീവിതത്തില് അവരെ സ്നേഹിക്കാതെ ഞാൻ വലിയ വേറെ എന്ത് നമുക്ക് സന്തോഷം. വാപ്പി ഉമ്മയും വേറെ തന്നെയല്ലേ. അത് ഇല്ലാതെ നമ്മളല്ലേ ഇനി വരാതെ. അത് ഉറപ്പന്നെ. ഇപ്പൊ നമ്മളെ നമ്മളെ ഒപ്പം വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. 18 ദിവസം വെച്ചിട്ടാണ്. അന്ന് 92-ല് 94 ഒപ്പം മരിക്കുന്നത്. ഞാൻ 92 93-ല് 92 ഒക്കെ അന്ന് ഫോൺ സംവിധാനവും സ്പീഡും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മറ്റുള്ള ഇതിലല്ലേ അത് വന്ന് 18 ദിവസം കഴിഞ്ഞു. പക്ഷെ വാപ്പല്ലാത്ത വില അല്ല, നമ്മളതിനുള്ള ചെയ്യണ്ടല്ല. ഉപ്പാക്ക് വേണ്ടിട്ട് നമ്മള് മക്കള് നല്ല മക്കളെ അവർക്ക് കിട്ടിയില്ലേ. ആ ഉപ്പാന്റെ ഭാഗ്യം തന്നെ ഉമ്മാന്റെയൊക്കെ ഭാഗ്യം എന്താ, കുറച്ച് നല്ല മക്കളെ തന്നു. നമ്മൾ കിട്ടുന്നതിൽ ഒരു ഓഹരി എപ്പോഴും പാവപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, സഹായിക്കുന്നത്. അതിന്റെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് മുന്നിട്ടാണ് നടന്നത്. പക്ഷെ എങ്കിലും ഞമ്മ കയ്യിലെന്തെങ്കിലും ഒരു ഉറുപ്പ്യെങ്കിലും ചെയ്യലുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ വീടിന്റെ അടുത്ത് ഒറ്റ പാവപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരോടും പറയാതെ എന്തിന്റെ എന്റെ ഭയങ്കര കാര്യങ്ങൾ പ്രവർത്തകനാണ്. അവനെ എന്തൊരു കാര്യങ്ങളും അവനെ തിരിച്ചെങ്കിലും എന്തെങ്കിലും വലിയതാണ്. ഓനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഡിസൈൻ ആവേജ് എന്ന് വിളിച്ചു നോക്കി. ഞാൻ പറഞ്ഞു നമുക്ക് വിളിച്ചാൽ ഇറങ്ങി അത് ചെയ്യൂട്ടാൻ കഴിയില്ല. അവർക്ക്